അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, താരീഖിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ 4 പാഠങ്ങളാണ്. അപ്പോൾ ഫിഖ്ഹിനേക്കാളും കുറവാണ്, 4 പാഠങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് 4 പാഠങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യവും ബാക്കി ചോദ്യങ്ങളൊക്കെ നേരത്തെ എടുത്തു പോയ 1-ാം പാഠം മുതൽ 8ാം പാഠം വരെയുള്ള പാഠങ്ങളിൽ നിന്നായിരിക്കും. എന്നാലും ഒരു 15-20 മാർക്കിൻ്റെ ചോദ്യം 9-ാം പാഠം മുതലുള്ള പാഠങ്ങളിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 9ാം പാഠം മുതൽ റിവിഷൻ ചെയ്യാം. 1ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? വിശ്വാസികൾ മദീനയിലേക്ക്. 9ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് വിശ്വാസികൾ മദീനയിലേക്ക്. ഈ പാഠത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നുബുവ്വത്തിൻ്റെ 13ാം വർഷമാണ്. നുബുവ്വത്തിൻ്റെ 13ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ നബിയായത് എപ്പോഴാണ്? 40ാമത്തെ വയസ്സിലെ നുബുവത്ത് കിട്ടി. അപ്പോൾ നബുവത്തിൻ്റെ 13 എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് 53 വയസ്സായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നബി തങ്ങൾക്ക് 53 വയസ്സായപ്പോൾ അഥവാ 13ാം വർഷം മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. മദീനയിൽ ഏറ്റവും പ്രധാന കുടുംബങ്ങളായിരുന്ന ഔസ് ഖസറജ്. അപ്പോൾ ആദ്യം ഓർത്തു വെക്കേണ്ടത്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 2ാം അഖബയാണ്. 2ാം അഖബയുടെ വർഷം 13. 2ാം അഖബയുടെ വർഷം നുബുവത്തിൻ്റെ 13ാം വർഷമാണ്. അത് ഓർത്തു വെക്കുക. പിന്നെ മദീനയിൽ പ്രധാന 2 ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ഔസ്. 2 കുടുംബങ്ങൾ ഏതൊക്കെയാണ്? ഔസ് ഖസറജ്. അതും പഠിച്ചു. ഇനി 2ാം അഖബ ഉടമ്പടിക്ക് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന ആളുകളുടെ എണ്ണം മൊത്തം 75. മൊത്തം എത്രയാണ്? 75. ഇതിൽ നിന്ന് 75 3 കുറക്കുക, അല്ല 75 2 കുറക്കുക. 2 കുറച്ചാൽ എത്ര? 73. അപ്പോൾ 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അപ്പോൾ 73 കൂട്ടണം 2 = 75. കിട്ടിയോ? അപ്പോൾ മൊത്തം നബിൻ്റെ അടുക്കലേക്ക് വന്ന ആളുകളുടെ എണ്ണം 75. അതിൽ 73 പുരുഷന്മാരാണ്, 2 സ്ത്രീകളുമാണ്. അതും പഠിച്ചു. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, അവരെവിടെ വെച്ചുകൊണ്ടാണ് നബി തങ്ങളോട് ഉടമ്പടി ചെയ്തത്? 1ാം അഖബ എവിടെ വെച്ചിട്ടായിരുന്നു? മിനയിൽ വെച്ചിട്ടായിരുന്നു. അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് 2ാം അഖബ, മിനയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് 2ാം അഖബ ഉണ്ടായത്. അപ്പോൾ നമ്മൾ 3 പോയിന്റ് ഈ പാഠത്തിൽ പഠിച്ചു. നുബുവത്തിൻ്റെ 13ാം വർഷമാണ് 2ാം അഖബ ഉണ്ടായത്. മദീനയിലെ പ്രധാനപ്പെട്ട 2 കുടുംബം ഔസ് ഖസറജ് എന്നീ കുടുംബങ്ങളാണ്. 2ാം അഖബ നടന്നത് മിനയിൽ വെച്ചുകൊണ്ടാണ്. 2ാം അഖബയിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ്. അത് പഠിച്ചല്ലോ. ഇനി എന്തായിരുന്നു ഈ 2ാം അഖബ? അഖബ പറഞ്ഞ എന്താ സംഭവം? കരാറ് അല്ലേ? അപ്പൊ എന്തായിരുന്നു ഈ കരാറ്? അപ്പോ അവരുടെ കരാർ ഇതാ ഇവിടെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കുന്നത് പോലെ, സംരക്ഷിക്കാനാലും നോക്കുക, ഭാര്യമാരും മക്കളെ എല്ലാവരും നോക്കൂലേ, നോക്കുന്നത് പോലെ താങ്കളേറെ നബി തങ്ങളെയും അനുയായികളെയും ഞങ്ങൾ സംരക്ഷിക്കും. അപ്പൊ ഇതായിരുന്നു 2ാം അഖബയുടെ ഉടമ്പടി. അപ്പൊ നബിനെ അവർ നോക്കുന്ന പറയുന്നത്, അത്ര നല്ല നിലക്ക് അവർ നോക്കും, ഭാര്യനും മക്കളെ നോക്കുന്നത് പോലെ അവർ നോക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ചോദ്യം തന്നിട്ട് ഇത് ഏത് അഖബയാണെന്ന് നമ്മളോട് ചോദിക്കുക. അപ്പൊ ഏത് അഖബയാണിത്? 2ാം അഖബയാണ്. 2ാം അഖബയാണ്. അത് പഠിച്ചല്ലോ. ഇനി ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുയായികൾ മദീനയിലേക്ക് പോകുവാൻ പറഞ്ഞു. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള അക്രമം ശക്തമാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആദ്യമായി അവർ മദീനയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അതായത് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആദ്യമായി പുറപ്പെട്ടത് ആരാണ്? മദീനയിലേക്ക് ആദ്യം പുറപ്പെട്ടത് ആരാണ്? അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ കുറേ വട്ടം ഇങ്ങനെ പറയാം. അബൂ സലമത്തൽ മഖ്സൂമി അങ്ങനെ ചൊല്ലി പഠിക്കന്നെ. അപ്പൊ നബി തങ്ങൾ മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയത് ആരാണ്? അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു ആണ്. അത് പഠിച്ചല്ലോ. പിന്നെ തുടർന്ന് ഓരോരുത്തരായി പോകാൻ തീരുമാനിച്ചു. എപ്പോഴായിരുന്നു പോയിരുന്നത്? എപ്പോഴാണ്? രാത്രി ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു. എങ്ങനെ എഴുതി നോക്ക? രഹസ്യമായിട്ടായിരുന്നു. എങ്ങനെ എഴുതാൻ നോക്കട്ടോ. രാത്രി ആരും കാണാതെ രഹസ്യമായിട്ടായിരുന്നു പോയിരുന്നത്. അടുത്തത്, എന്നാൽ ഒരാൾ പരസ്യമായിട്ട് പോയി. അതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ ധൈര്യശാലിയാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? ധീരതയാണല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ധൈര്യമാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പൊ 2 രഹസ്യമായിട്ട് പരസ്യമായിട്ട് എഴുതാൻ പഠിക്കുക. രാത്രിയിൽ ആരും കാണാതെ രഹസ്യമായിട്ടാണ് പോയത്, പക്ഷെ ഒരാൾ പരസ്യമായിട്ട് പോയി. അതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇനി
ആരൊക്കെ മക്കയിൽ ബാക്കിയായി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിനാണ് ഈ ഹിജറ പോകുക എന്ന് പറയുന്നത്. അപ്പൊ ഈ മക്കയിൽ പോകാതെ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഇവരാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മദീനയിലേക്ക് പോകാതെ ബാക്കിയുള്ളവരാരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ. നബിന്റെ എപ്പോഴും നബിന്റെ കൂടെ ഉണ്ടാകുന്ന ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അത് നിങ്ങൾ ആദ്യം ഓർത്തു വെക്കുക. നബിന്റെ ഏറ്റവും വലിയ ചങ്ങായിയാണ്, നബിന്റെ എപ്പോഴും നബിന്റെ കൂടെ ഉണ്ടാകുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബിന്റെ പേരുണ്ടാകുമ്പോഴൊക്കെ അതിന്റെ കൂടെ ആരും ഉണ്ടാവും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ്, അത് രണ്ടും പഠിച്ചില്ലേ? ഇനി ആരാ നമുക്ക് പഠിക്കാനുള്ളത്? അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നബിന്റെ മോളെ കെട്ടിയ പുതിയാപ്പിളയാണ്, നബിന്റെ മരുവനാണ്. അഥവാ നബിന്റെ മോളായ ഫാത്തിമ ബീവിനെ കല്യാണം കഴിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. അപ്പൊ മൂന്നാളെ നമ്മൾ പഠിച്ചില്ലേ? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, രണ്ട് നബിന്റെ ഏറ്റവും വലിയ ചങ്ങായി അബൂബക്കർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ അലി റളിയല്ലാഹു അൻഹു, നാലാമത്തെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ നാലാളുകളും പിന്നെ രക്ഷപ്പെടാൻ കഴിവില്ലാത്ത ആളുകളുമാണ് മക്കയിൽ ബാക്കിയായത്. ബാക്കി എല്ലാവരും എവിടേക്ക് പോയി? മദീനയിലേക്ക് പോയി. അപ്പൊ ഈ പാഠം നമ്മൾ തീർന്നു. നമ്മൾ ചോദ്യോത്തരം നോക്കാൻ പോവാണ്. ഒന്നാം അഖബ ഏത് വർഷമായിരുന്നു? ഒന്നാം അഖബ, നമ്മളിപ്പോ രണ്ടാം അഖബയാണ് പഠിച്ചത്, പക്ഷെ ഒന്നാം അഖബ ഏത് വർഷമായിരുന്നു? ഹിജ്റ അല്ല നുബുവത്തിന്റെ 12-ാം വർഷമായിരുന്നു. രണ്ടാം അഖബ ഏത് വർഷമായിരുന്നു? നുബുവത്തിന്റെ 13-ാം വർഷമായിരുന്നു. രണ്ടാം അഖബയിൽ പങ്കെടുത്ത പുരുഷന്മാർ എത്രയാണ്? രണ്ടാം അഖബയിൽ പുരുഷന്മാര് മൊത്തം 75. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. മൊത്തം 75. ആ 75-ൽ നിന്ന് 2 കുറക്കുക. അപ്പൊ എത്രയാണ്? 73. അപ്പൊ പുരുഷന്മാര് 73, 2 സ്ത്രീകൾ. അത് പഠിച്ചു. അടുത്ത മദീനയിലേക്ക് ആദ്യമായി പോയത് ആരാണ്? അബൂ സലമത്തൽ മഖ്സൂമി. അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. അടുത്ത മദീനയിലേക്ക് പരസ്യമായി പോയത് ആരാണ്? അതാരും മറക്കൂല. ആരാണ്? നമ്മുടെ സ്വന്തം ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ഡാഷ് ഡാഷ് എന്നീ കുടുംബങ്ങൾ നിന്നുള്ളവരായിരുന്നു രണ്ടാം അഖബ. ആരായിരുന്നു? ഔസ് ഖസ്റജ്. ഔസ് ഖസ്റജ് എങ്ങനെ എഴുതാൻ നോക്കട്ടോ. കണ്ടില്ലേ? ഔസ് ഖസ്റജ്, ഔസ് ഖസ്റജ്. അടുത്ത ചോദ്യം എന്താണ്? ഒന്നാം അഖബ ചേരുമ്പടി ചേർക്കാൻ. ഒന്നാം അഖബ ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ടത്, രണ്ടാം അഖബ രഹസ്യമായി. ഒന്നാം അഖബ ഏതാണ്? ഒന്നാം അഖബയിൽ 6 പേരാണ്. ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ട ആരാണ്? അബൂ സലമത്തൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. രണ്ടാം അഖബയിലോ 75 പേര്. രഹസ്യമായി രാത്രിയായിരുന്നു യാത്ര. അടുത്തത് പാഠത്തിന്റെ പേര് നമ്മൾ നോക്കുക. ദാറുൻ നദ്വ. ദാറുൻ നദ്വ, അതായത് ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ ഈ നബിനെ കൊല്ലാൻ വേണ്ടി മീറ്റിംഗ് കൂടുന്ന സ്ഥലത്തിന്റെ പേരാണെന്ത്? ദാറുൻ നദ്വ, ഗൂഢാലോചന. അത് ഇതൊരു സ്ഥലത്തിന്റെ പേരാണ്, ദാറുൻ നദ്വ. മനസ്സിലായോ? അപ്പൊ ആ സ്ഥലത്ത് എന്താ പ്രത്യേകത? ആ സ്ഥലത്ത് നിന്നാണ് നബിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, നബിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ, നബിന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ പാഠത്തിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. അതാണ് നല്ലത്. സമയം അല്ലെങ്കിൽ ഒരുപാട് നഷ്ടപ്പെടും. ഒന്നാമത്തെ ചോദ്യം, ഖുറൈശികൾ ഗൂഢാലോചന നടത്തിയത് എവിടെ വെച്ചായിരുന്നു? പാഠത്തിന്റെ ഹെഡിങ് തന്നെ എന്താ? ദാറുൻ നദ്വ. എങ്ങനെ ദാറുൻ നദ്വ എഴുതാൻ നോക്കിക്കോ. ദാറുൻ നദ്വ, കണ്ടില്ലേ? ദാറുൻ നദ്വ. രണ്ടാമത്തെ ചോദ്യം, ആരോടാണ് തൻ്റെ വിരിപ്പിൽ ഉറങ്ങുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്? ആരോടാണ്? നബിന്റെ പുതിയാപ്പിള. അതാരാണ്? അലി റളിയല്ലാഹു അൻഹു. ആരോടാണ്? അലി റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ ഉറങ്ങാൻ പറഞ്ഞത്. അടുത്തത് അതാ, അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അടുത്തത്, നാട് കടത്തുന്നത് ഫലം ചെയ്യില്ല, കാരണമെന്ത്? അതായത് അവിടെ അവർ മീറ്റിംഗ് കൂടിയിട്ട് എന്താ ഇപ്പൊ നബിനെ ചെലിയ, നബിനെ ആക്രമിക്കണോ കൊല്ലണോ എന്തൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടാണ്. ആ പ്ലാൻ ഇടുമ്പോൾ അവർ ചർച്ച ചെയ്തെന്ത്? നബിനെ ഇവിടുന്ന് നാട് കടത്താം, നബിനെ വിശ്വസിച്ച ആളുകളെ നാട് കടത്താം എന്ന് അവർ തീരുമാനിച്ചു. അപ്പൊ നാട് കടത്തിയാൽ ശരിയാവില്ല എന്ന് വേറൊരാൾ അഭിപ്രായം പറഞ്ഞു. എന്താ കാരണം? ആ നാട്ടിൽ നിന്ന് വളർന്ന് അദ്ദേഹം നമ്മളോട് പ്രതികാരം ചെയ്യും. അതായത് നബിനെ വേറെ നാട്ടിലേക്ക് അയച്ച ആ നാട്ടിൽ നിന്ന് നബിനെ വിശ്വസിച്ച് കുറെ ആളുകൾ എന്ത് ചെയ്യും? നബിന്റെ കൂടെ വരും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ മക്കയിലുള്ള ആളുകളെ ആക്രമിക്കുന്നു. അവർ പേടിച്ചു. അതുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം. അടുത്തത്, മണ്ണെടുത്ത് എറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചൊല്ലിയത്? എവിടെ മണ്ണെടുത്ത് എറിഞ്ഞ് നിങ്ങൾ അറിഞ്ഞോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കഥയിൽ. അതെന്താണ്? അത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് വളഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായി ഇവിടെ. അതായത് ഇവിടെ ദാറുൻ നദ്വയിൽ മീറ്റിംഗ് കൂടി. ദാറുൻ നദ്വയിൽ മീറ്റിംഗ് കൂടിയിട്ട് നബിനെ എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചു. നബിനെ എന്താ ചെയ്യേണ്ടത് ചർച്ച ചെയ്തു. അതിൽ ഒരാൾ പറഞ്ഞെന്ത്? നബിനെ എന്ത് ചെയ്യാം? നബിനെ എന്താണ് നാട് കടത്താമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നെ
എന്താണ് ചങ്ങലക്കിടാന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം എന്തായിരുന്നു? ഒരു കുടുംബത്തിൽ നിന്നും ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക. അതായത് നബിന്റെ വീട്, ഈ നബിനെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ എല്ലാവരും കൂടി വട്ടം കൂടുക. അതാണ് ഓലെ പ്ലാന്. അപ്പൊ നബി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുമ്പോൾ നബിനെ കൊല്ലാലോ അല്ലെങ്കിൽ നബിനെ പിടിക്കാലോ, അത് വിചാരിച്ചിട്ടാണ് അവരെല്ലാവരും കൂടെ വട്ടം കൂടി. അപ്പൊ ഇതാണ് അവർ തീരുമാനിച്ചത്. ഈ അഭിപ്രായം ആരാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പഠിക്കണം. ആരാണ് പറഞ്ഞത്? അബൂജഹൽ. ആരാണ് ഈ അഭിപ്രായം പറഞ്ഞത്? അബൂജഹൽ. എല്ലാവരും അങ്ങോട്ട് നോക്കി. അദ്ദേഹം നടത്തുന്നത് എന്താണ്? ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർ ആയുധവുമായി വീട് വളയുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ചേർന്ന് ആക്രമിച്ച് വധിച്ചു കളയുക. നബിനെ കൊല്ലാൻ വേണ്ടി ഒരു തീരുമാനിക്കുകയാണത്. നബിന്റെ വീട് വളഞ്ഞിട്ട്. മനസ്സിലായോ? ഇതാണ് ഒരു തീരുമാനിച്ചത്. ഈ തീരുമാനം ആരാ പറഞ്ഞത്? അബൂജഹലാണ് പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ അവർ രാത്രി വീട് വളഞ്ഞു. അങ്ങനെയൊക്കെ കഥ ഉണ്ട് ഇവിടെ, അത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. അങ്ങനെ എന്നാൽ ഈ വീട് വളഞ്ഞ വിവരം എന്ത് ചെയ്തിട്ടുണ്ട്? നബി അറിഞ്ഞു. അതാണ് സംഭവം. ഇവര് നബി ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും പാടെ കൂടിയിട്ട് എന്ത് ചെയ്തു? രാത്രി നബിന്റെ വീട് വളഞ്ഞു. ഇന്നത്തെ പോലെ CCTV ഒന്നുമില്ല, പക്ഷെ അള്ളാഹു അറിയിച്ചു കൊടുത്തു. അതല്ലേ സംഭവം. വിവരം വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ട്, നബി എങ്ങനെയാണ് അറിഞ്ഞത്? വഹയിലൂടെ അറിഞ്ഞു. വഹയിലൂടെ അറിഞ്ഞു. പിന്നെ അടുത്തെന്താ? അലി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ആരോടാ പറഞ്ഞ? അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്താ സംഭവിച്ചു നോക്കാം. രാത്രി അല്പം കഴിഞ്ഞപ്പോൾ ഒരു പിടി മണ്ണെടുത്ത് ഫഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്തോതി വീട് വളഞ്ഞു നിൽക്കുന്നവർക്ക് നേരെ എറിഞ്ഞു. അതായത് കുറച്ച് മണ്ണെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ ആയത്തൻ ഓതിയിട്ട് ഒരൊറ്റ ഏറണ് കൊടുത്തു. അപ്പൊ എല്ലാരും ഇങ്ങനെ തപ്പൽ തുടങ്ങി. എന്താ നമ്മളെ കയ്യിലേക്ക് വീണ്, എന്താ നമ്മളെ കണ്ണിലേക്ക് വീണെന്ന്. അവരുടെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും പുറപ്പെട്ടു. കണ്ടോ? അവ രാത്രി തന്നെ നബി ഞങ്ങൾ എന്ത് ചെയ്തു? സ്ഥലം വിട്ടു. പക്ഷെ ഇവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? നബിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. നബിനെ പിടിക്കാൻ വേണ്ടി വട്ടം കൂടി നിൽക്കാൻ അവർ, പക്ഷെ അവർക്ക് നബിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് നോക്കാം. നാട് കടത്തുന്നവരുടെ മണ്ണെടുത്ത് എറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചൊല്ലിയത്? എന്താ ചൊല്ലിയത്? ഫഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അപ്പൊ അത് പഠിക്കുക. അടുത്ത് അപ്പൊ അതാണ് ഈ പാഠം. അടുത്ത് നമ്മൾ നോക്കാം. ഇന്നല്ലാഹ മഅനാ. നമുക്ക് ആദ്യം തന്നെ ചോദ്യോത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണെറിഞ്ഞത് ആർക്ക് നേരെ? ആർക്ക് നേരെയാണ്? വീട് വളഞ്ഞവർക്ക് നേരെ. ഉത്തരം പെടുന്നുണ്ട്, വീട് വളഞ്ഞവർക്ക് നേരെ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി പോയത് എങ്ങോട്ടാണ്? ആ രാത്രി എങ്ങോട്ടാണ് നബി പോയത്? അതിവിടെ പറയുന്നുണ്ട്. കണ്ടോ? പിന്നെ എന്താണ്? മുഗൾ സൗർ ഗുഹയുടെ ചിത്രമാണ്. മദീനയിലേക്കുള്ള ചരിത്ര പ്രസിദ്ധമായ ഹിജറ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞിരുന്ന ഗുഹയാണത്. എന്താണ് സൗർ ഗുഹ എന്ന് പറഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിഞ്ഞിരുന്ന ഗുഹയാണ് സൗർ ഗുഹ. കണ്ടോ? സൗർ ഗുഹ ഉണ്ടോ? അപ്പോൾ അവിടെ നോക്കാം. ഇനി നമ്മളിവിടെ പഠിക്കാനുള്ള എന്താണ്? ഇതാ, അങ്ങനെ ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതായത് മണ്ണെടുത്ത് എറിഞ്ഞു. അതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. അങ്ങനെ നബി എന്ത് ചെയ്തു? രാത്രി അവിടുന്ന് ഇറങ്ങിയില്ലേ? ഇറങ്ങിയിട്ട് എവിടേക്കാ പോയത്? അതാ നോക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കായിരുന്നു. കണ്ടോ? നബിന്റെ ഏറ്റവും വലിയ ചങ്ങായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. പഠിച്ചില്ലേ? അപ്പൊ നബി എവിടേക്കാ പോയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തന്നെ. അന്ന് പകൽ തന്നെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയുടെ സൂചന നൽകിയിരുന്നു. അതായത് നബി പകൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ യാത്ര പോകേണ്ടി വരും, ശത്രുക്കൾ നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വാഹനങ്ങൾ ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുക. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. വാഹനങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. എന്താ പറയണ്ടേ? വാഹനങ്ങൾ ഒരുക്കി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന കൊടുത്തത്? യാത്രയുടെ സൂചന നൽകിയിരുന്നു. അത് രണ്ടും പഠിച്ചു വെക്കുക. ഇവിടെ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി എങ്ങോട്ടാ പോയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്. അടുത്തത്, ഗുഹയിൽ അവർ ഒളിച്ചിരിക്കുവാൻ കാരണം എന്താണ്? അവർ ഗുഹയിൽ ഒളിച്ചിരിക്കുവാൻ കാരണം ഇതാ, തിരഞ്ഞു വരും എന്ന ഭയം. അതായത് ശത്രുക്കൾ അവരെ തിരഞ്ഞു വരുന്നുള്ള ഭയം. അവർ രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത് എപ്പോഴാണ്? രാവിലെയാണ്. അതാ ഇവിടെ പറയുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. അവർ നേരെ പോയത് മക്കയുടെ തെക്ക് ഭാഗത്തുള്ള സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിലേക്കായിരുന്നു. ശത്രുക്കൾ തങ്ങളെ അന്വേഷിച്ചു വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ മദീനയുടെ നേരെ എതിർവശത്തേക്കാണ് പോയത്. നേരം പുലർന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത്. കണ്ട രാത്രി നബിനെ പിടിക്കാൻ വേണ്ടി പോയ ആളുകളാണ്. എന്നിട്ട് എന്തായി? എല്ലാവരും ശശിയായി. നേരം വെളുത്ത് നോക്കുമ്പോഴാണ് നബി വീട്ടിലില്ല എന്ന് മനസ്സിലായത്. ഇത് ഫുള്ള് വിറ്റായി അല്ലേ? അപ്പൊ നബി
പോയ വിവരം എപ്പോഴാണ് അവരറിയുന്നത്? നേരം പുലർന്നപ്പോൾ. ഇതാണ് അതിന്റെ ഉത്തരം കേട്ടോ, നേരം പുലർന്നപ്പോൾ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവർ രക്ഷപ്പെട്ട വിവരം ശത്രുക്കൾ അറിഞ്ഞത് എപ്പോഴാണ്? രാവിലെ. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തിരയുവാൻ ഉണ്ടായിരുന്ന പ്രചോദനം എന്താണ്? എന്താണ് അവര് അങ്ങനെ നബിനെ തെരഞ്ഞു പോകാനുള്ള കാരണം? അത് ഇവിടെ പറയുന്നുണ്ട്, നോക്കിക്കോ, എല്ലാവരും നോക്കുക. എന്താ? വിവരം ശത്രുക്കൾ അറിഞ്ഞു. ഉടനെ അവർ ഇരുവരെയും കണ്ടെത്തുവാൻ വലിയ ഇനാം സമ്മാനം പ്രഖ്യാപിച്ചാണ്. ഗിഫ്റ്റാണ്. നബിനെ പിടിച്ചു കൊണ്ടുവന്നവർക്ക് വലിയ സമ്മാനം പ്രഖ്യാപിച്ചു, വലിയ ഗിഫ്റ്റ് പ്രഖ്യാപിച്ചു. അപ്പൊ എന്ത് ചെയ്തു? എല്ലാവരും നബീനെ തെരയാൻ വേണ്ടി പോയി. ഗിഫ്റ്റ് കിട്ടിയല്ലേ? നമ്മള് പിന്നെ യൂട്യൂബിൽ എന്തോ പറയലുണ്ടല്ലോ, സർപ്രൈസ് എന്താ പറയല്, ഗിവ് അവേ അങ്ങനെ എന്തൊക്കെ പറയലുണ്ടല്ലോ. അതേപോലെ ഇവിടെ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്ത്? അപ്പോ എല്ലാവരും എന്ത് ചെയ്ത്? തെരയാൻ തീരുമാനിച്ചു. അതാണ് അപ്പൊ ഇനാം. എന്താ അതിന്റെ പേര്? ഇനാം. ഇനാം എന്ന് പറഞ്ഞാൽ സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും അടുത്തടുത്ത് പൂരിപ്പിക്കാം. അന്ന് പകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് നൽകിയിരുന്നു. എന്താ? യാത്രയുടെ സൂചന നൽകിയിരുന്നു, അല്ലെ? അടുത്ത് സൗർ ഗുഹ മക്കയുടെ ഡാഷ് ഭാഗത്താണ്. പ്രത്യേകം പഠിക്കുക, നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ, അത് പ്രത്യേകം പഠിക്കണം. സൗർ ഗുഹ എവിടെയാണ്? മക്കയുടെ തെക്കു ഭാഗത്ത്. പഠിച്ചില്ലേ? മക്കയുടെ തെക്കു ഭാഗത്ത്. അടുത്തത് സൗർ ഗുഹ മക്കയുടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുക്കി കാത്തിരുന്നത്? ഇതാ വാഹനങ്ങൾ, അല്ലേ? വാഹനങ്ങൾ ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കരുത്. വാഹനങ്ങൾ. എന്താണ് അതിന്റെ ഉത്തരം? വാഹനങ്ങൾ. അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷിനെ ആശ്വസിപ്പിച്ചു. അതെന്താ? ഒരു സംഭവം കൂടി ഇവിടെ പറയുന്നുണ്ട്, അതും കൂടി നമുക്ക് വായിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? കണ്ണുവെച്ച് അവർ പരലും തിരഞ്ഞു സൗർ ഗുഹയുടെ അടുത്തെത്തി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എവിടെയാണ് സൗർ ഗുഹ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കിക്കോ, അതായത് എന്താണ്? അവർ നേരെ പോയത് മക്കയുടെ തെക്ക് ഭാഗത്തുള്ള സൗർ മല. ഒരു മല ഉണ്ട്. ഏതാണ് മല? സൗർ മല. ആ സൗർ മലയുടെ മുകളിലെ ഉള്ള ഗുഹയായിരുന്നു. അപ്പൊ സൗർ എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്. ആ മലയുള്ള ഗുഹയാണ് സൗർ ഗുഹ. മനസ്സിലായോ? ഇതാണ് ആ മല. കണ്ടില്ലേ? കണ്ടോ? ഈ മലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയ മല. കണ്ടില്ലേ? അല്ലേ? എത്ര വലിയ മലയാണ്, കണ്ടോ? ഇതാണ് സൗർ മല എന്ന് പറയുന്ന മല. ഈ മലയുടെ മുകളിലാണ് എന്തുള്ളത്? ഈ ഗുഹ ഉള്ളത്. ഈ ഗുഹയിലായിരുന്നു, ആ ഗുഹ ഇപ്പൊ കാണും, ആ ഗുഹയിലായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതാ ആ ഗുഹയുടെ അടുത്തെത്തി. കണ്ടോ? ആ ഗുഹയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. കണ്ടോ? എത്ര വലിയ മലയാണല്ലേ? ഈ മലന്റെ മുകളിലാണ് അവർ ഒളിച്ചിരുന്നത്. അപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മളെ നബിയിലെ. കണ്ടോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിലാണ് എന്ത് ചെയ്ത്? ഒളിഞ്ഞിരുന്നത്. ഇനി നോക്കാം. കണ്ട ഗുഹ ഈ മലന്റെ മുകളാണിത്. ഈ മുകൾ ഭാഗത്താണ് ഈ ഗുഹ ഉള്ളത്. കണ്ടില്ലേ? കണ്ടോ? ഇതാണ് 6 സൗർ. ഇത് ഗുഹന്റെ മുൻഭാഗമാണിത്. കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? ഒളിഞ്ഞിരുന്നത്. അങ്ങനെ നബിനെ തെരഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ മലന്റെ മുകളിലൂടെ ആര് വന്നു? ശത്രുക്കൾ വന്നു. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ എന്താവും? ഈ ഗുഹന്റെ മുകൾ ഭാഗം കാണാം. അപ്പൊ ഇവിടൊക്കെ ശത്രുക്കൾ, ഇവിടൊക്കെ നബിനെ തെരഞ്ഞ് ഇങ്ങനെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഈ മലന്റെ അടിയിൽ ആരുണ്ടായിരുന്നു? നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ കാലുകൾ കണ്ടപ്പോൾ, കണ്ടോ? അപ്പോ നബിനെ തെരഞ്ഞു വന്ന ശത്രുക്കളുണ്ട് മേലെ. അവരുടെ കാലുകൾ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമിച്ചു. എപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചത്? അവരുടെ കാലുകൾ കണ്ടപ്പോൾ. ആരാ വിഷമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷമിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. എന്താ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിഷമിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിഷമിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ആ സംഭവം. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയാണ് ആശ്വസിപ്പിച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചു. എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ പാഠത്തിന്റെ പേരെന്താ? ഇന്നല്ലാഹ മഅന എന്നല്ലേ? അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത്. വിഷമിക്കാണ്ടായ കാരണം പഠിച്ചല്ലോ. ഇനി അടുത്ത്, എത്ര ദിവസമാണ് അവർ സൗർ ഗുഹയിൽ കഴിഞ്ഞത്? 4 ദിവസം. 4 ദിവസം അവർ അവിടെ നിന്നും മദീനയിലേക്ക്, 4-ാം ദിവസം അല്ലെ, 4 ദിവസം അവിടെ തങ്ങി. 4-ാം ദിവസം അവർ മദീനയിലേക്ക് പുറപ്പെട്ടു. പിന്നെ ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലെ വഴികാട്ടി? അതാരാണ്? മുൻ നിശ്ചയപ്രകാരം അബ്ദുല്ലാഹിബിനു അരീഖദ്ദു അലി ആയിരുന്നു എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികാട്ടി. അതായത് മദീനയിലേക്ക് പോകല്ലേ, അപ്പൊ മദീനയിലേക്ക് പോകുമ്പോൾ ആരാണ് വഴികാട്ടി? അബ്ദുല്ലാഹിബിനു അരീഖദ്ദു അലി. അബ്ദുല്ലാഹിബിനു അരീഖദ്ദു അലി. അബ്ദുല്ല എന്ന് പേര് ആദ്യം ഓർത്തു വെക്കുക. അരീഖദ്ദു അലി. അടുത്തത് എന്താണ്? അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരെ? അതായത് നബി മക്കത്ത് നിന്ന് എവിടേക്ക് പോവുകയാണ്? മദീനയിലേക്ക് പോവുകയാണ്. പക്ഷെ മദീനയിൽ നബിനെ കാത്തിരിക്കാൻ അവിടെ ആളുകളുണ്ട്. അത് ആരെ കാത്തിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതാ. അതേസമയം മദീനക്കാർ ആരാണ് കാത്തിരിക്കുന്നത്? മദീനക്കാർ എവിടെ കാത്തിരിക്കുന്നത്? ഖുബാ. എന്താ സ്ഥലത്തിന്റെ പേര്? ഖുബാ. ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ 2 കാര്യം നമ്മളവിടെ പഠിക്കണം. മദീനയിലേക്കാണ് നബി പോകുന്നത്. മദീനക്കാർ എന്ത് ചെയ്യുന്നു? നബിനെ കാത്തിരിക്കുന്നു. എവിടെയാണ് കാത്തിരിക്കുന്നത്? ഖുബായിലാണ് കാത്തിരിക്കുന്നത്. അത് പഠിച്ചല്ലോ. കാര്യം കൂടി പഠിക്കണം. അബ്ദുല്ലാഹിബിനു അരീഖദ്ദു അലി ആയിരുന്നു വഴികാട്ടി. ഇനി സാധാരണ യാത്രക്കാർ പോകുന്ന വഴിയിലൂടെ ആയിരുന്നില്ല അവരുടെ യാത്ര. എന്തായിരുന്നു? അത് ശ്രദ്ധിക്കണം. അവരുടെ യാത്ര ഏതായിരുന്നു? യാത്ര വഴി ഏതായിരുന്നു? സാധാരണ യാത്രക്കാർ പോകുന്ന വഴിയായിരുന്നില്ല. സാധാരണ യാത്രക്കാർ പോകുന്ന വഴിയായിരുന്നില്ല. പിന്നെ ഇനി ഇവിടെ ഒന്നും കൂടി പഠിക്കണം. എന്താണ്? ശത്രുക്കൾ തങ്ങളെ അന്വേഷിച്ചു വരും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ മദീനയുടെ നേരെ എതിർ ദിശയിലേക്ക് പോയത്. അപ്പൊ മദീനയിലേക്ക് പോകുന്ന വഴി അവിടെ എല്ലാവർക്കും ഫേമസ് ആണ്, അതറിയാം. അപ്പോൾ നബി മദീനയിലേക്കാണ് പോവുക എന്നുള്ളവർക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ വഴി തപ്പാൻ വരും. അതുകൊണ്ട് തന്നെ നബി അതിനേക്കാളും നല്ല ബുദ്ധിയാണ് ഉപയോഗിച്ച്. അതുകൊണ്ട് എന്ത് ചെയ്തു? മദീനയിലേക്ക് പോകുന്ന നേരെ ഓപ്പോസിറ്റ് വഴിയാണ് എന്ത് ചെയ്തത്? നബി പോയത്. അതാ പറയണേ, ശത്രുക്കൾ തങ്ങളെ അന്വേഷിച്ചു വരും എന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് അവർ മദീനയുടെ നേരെ എതിർ ദിശയിലേക്ക് പോയത്. അപ്പൊ ഇവിടെ ചോദ്യതാണ്, മദീനയുടെ നേരെ എതിർ ദിശയിലേക്ക് പോകാൻ കാരണം എന്ത്? ശത്രുക്കൾ തങ്ങൾ അന്വേഷിച്ചു വരും എന്ന് അറിയാവുന്നത് കൊണ്ട്. വേറൊരു ചോദ്യം, ശത്രുക്കൾ തങ്ങൾ വരും എന്ന് അറിയാവുന്നത് കൊണ്ട് ഡാഷ് എന്താണ്? അതുകൊണ്ടാണ് അവർ മദീനയുടെ നേരെ എതിർ ദിശയിലേക്ക് പോയത്. ഓക്കെ, ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അടുത്ത പാഠമാണ് 12ാമത്തെ പാഠം, ത്വല അൽ ബദറു അല്ലെ, ലാസ്റ്റ് പാഠം. അല്ല, ഒരു പാഠം കൂടി ഉണ്ട്. ആ പാഠത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതുവരെ പഠിച്ച പാഠത്തിൽ പഠിച്ച പോയിന്റുകൾ അവിടെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ത്വല അൽ ബദറു അലൈന, ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ്? ഹിജ്റ. കണ്ടില്ലേ? ഹിജ്റ എന്ന് എഴുതുമ്പോൾ അവസാനം നമ്മളെ മുട്ടത്താവുകയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം, ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ഏതാണ്? ഹിജ്റ. എത്രാമത്തെ വയസ്സിലാണ്? 53, 53 പഠിച്ചില്ലേ? പിന്നെ സൗർ ഗുഹയിൽ നിന്ന് എത്രാമത്തെ ദിവസമാണ് നബി ഇറങ്ങിയത്? 4-ാം ദിവസം രാവിലെ അവർ സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, നബിനെ സഹായിച്ച ആളുകളുണ്ട്. അന്ന് നബി ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് നബിനെ സഹായിച്ച കുറച്ച് ആളുകളുണ്ട്. നമുക്കൊന്ന് പഠിക്കാം. എന്താ? അവർക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ആയിരുന്നു. കണ്ടോ? അപ്പൊ എപ്പോഴും നബിനെ ഒപ്പം നിന്ന് നബിനെ ഭയങ്കര സ്നേഹിച്ച ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരവിടെ ഒറ്റക്കായി ശത്രുക്കൾ നബിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ആരാണ്? നമ്മൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകള് ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ ആണ്. പിന്നെ അപ്പൊ അവർക്കൊക്കെ നബിനോടുള്ള സ്നേഹം എത്രയാണ് അല്ലേ? അസ്മാഉ ബീവി ഭക്ഷണമായിട്ട് ഗുഹയിലേക്ക് പോകുമ്പോ ശത്രുക്കളെങ്ങാനും കണ്ടാൽ ആകെ പ്രശ്നാവൂലേ? എന്നിട്ട് പോലും അസ്മാഉ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അവിടെ ഭക്ഷണം കൊണ്ടേ കൊടുത്തു. നബിനോടുള്ള സ്നേഹം നോക്കണം. അടുത്തത്, അവർക്ക് മക്കയിലെ വിവരങ്ങൾ എത്തിച്ചിരുന്നത് ആരാണ്? അതും അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. കണ്ട? അപ്പൊ രണ്ടും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. ആരാണ്? ആദ്യം പറഞ്ഞ അസ്മാഉ റളിയല്ലാഹു അൻഹു ഭക്ഷണം,
പെണ്ണുങ്ങളല്ലേ ഭക്ഷണം ഉണ്ടാക്കല്. അപ്പൊ നമ്മൾ ഭക്ഷണം ആരുതാ പഠിക്കേണ്ടത്? ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹു. ഇനി വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. നബിന്റെ ഉപ്പാന്റെ പേരാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത്, അവർക്ക് പാലെത്തിച്ചിരുന്ന ആരാണ്? അതും അബൂബക്കർ അടിമ ആരാണ്? ആമിർ ബിന്ത് ഫുഹൈറ. പാല് ആമിർ ബിന്ത് ഫുഹൈറ പാല് ട്ടോ. അടുത്തത്, പിന്നെ ഇനി അവിടുന്ന് 4-ാം ദിവസം ആ മലയുടെ നമ്മൾ വീഡിയോയിൽ കണ്ട ആ മലയിൽ നിന്ന് അവർ പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? മദീനയിലേക്കാ പോകുന്നത്. അപ്പൊ 8 ദിവസം കൊണ്ടാണ് അവർ ഖുബായിൽ എത്തിച്ചേർന്നത്. എത്തിച്ച സ്ഥലം ഏതാണ്? ഖുബാ. 8 ദിവസം. മനസ്സിലായോ? അപ്പൊ അവിടെ പഠിക്കേണ്ട എന്താണ്? 8 ദിവസം കൊണ്ട് എവിടെ എത്തിച്ചേർന്നു? ഖുബായിലേക്ക് എത്തിയ എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ട്. അടുത്തത്, ഖുബായിൽ എവിടെയാണ് അവർ നിന്നത്? ബനു അംർ ബിനു ഔഫ് ഗോത്രക്കാരോട് ഒപ്പമായിരുന്നു. ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഏരിയ ഉണ്ടാവില്ലേ, കോളനി എന്നൊക്കെ പറയില്ലേ, കുറെ വീടുകൾ ഒരുമിച്ച് അടുത്തടുത്തുള്ള വീടുകൾ ഉണ്ടാകുന്ന അങ്ങനത്തെ സ്ഥലത്തിനാണ് എന്താ പറയുക? ഗോത്രം എന്ന് പറയാ. അങ്ങനെയാണ് അവിടെയൊക്കെ അന്ന് താമസിച്ചിരുന്നത്. അപ്പൊ ഏത് ഗോത്രത്തിലാണ് നബി താമസിച്ചത്? ബനു അംർ ബിനു ഔഫ്. പേര് നന്നായി പഠിക്കണം കേട്ടോ, പേര് പരീക്ഷയ്ക്ക് അധികം വരാൻ സാധ്യത ഉണ്ട്. ബനു അംർ ബിനു ഔഫ്. ഖുബാവ് ആ ഗോത്രത്തിലായിരുന്നു. അടുത്തത്, ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് ഖുബാ നിർമ്മിച്ചത്. എന്ത് നിർമ്മിച്ചു? മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. ഇനി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ഹിജ്റ. 4-ാം ദിവസം രാവിലെയാണ് അവർ ഇറങ്ങിയത്. എവിടെ നിന്ന്? സൗർ ഗുഹയിൽ നിന്ന്. അല്ലെ, പണ്ടൊരു പാട്ടിലേനോ, സൗറന്ന ഗുഹയിൽ പണ്ട്. ആ പാട്ട് ആർക്കൊക്കെ അറിയാം? പോട്ടെ. എത്ര ദിവസം കൊണ്ടാണ് അവർ ഖുബായിൽ എത്തിച്ചേർന്നത്? 8. ഖുബായിൽ ഏത് ഗോത്രക്കാരോടൊപ്പമായിരുന്നു? ബനു അംർ ബിനു ഔഫ്. അംർ നെയ്തുമ്പോൾ ശ്രദ്ധിക്കട്ടെ, വാവ് ഉണ്ടാവും ഇവിടെ. കണ്ടോ? അംർ നെയ്തുമ്പോൾ ഒരു വാവ് ഉണ്ടാവും ഇവിടെ. ബനു അംർ ബിനു ഔഫ്. ഓക്കെ. അടുത്തത്, ഖുബായിൽ ഏത് ഗോത്രക്കാരോടൊപ്പം? അടുത്ത, ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച മസ്ജിദിന്റെ പേരെന്താണ്? മസ്ജിദ് ഖുബാ. സിമ്പിൾ ആണ്. ഖുബായിൽ നിർമ്മിച്ച പള്ളി ഏതാണ്? മസ്ജിദ് ഖുബാ. അവർക്ക് ഭക്ഷണം എത്തിച്ചേരുന്ന ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മകൾ അസ്മാ റളിയല്ലാഹു അൻഹ. അവർക്ക് വിവരങ്ങൾ എത്തിച്ചേരുന്ന ആരാണ്? അതും അബൂബക്കർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അവർക്ക് പാൽ എത്തിച്ചേരുന്ന ആരാണ്? അതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ ആമിർ ബിന്തു ഫുഹൈറ. ഓക്കെ. അടുത്തത് ചേർത്തി എഴുതാനാണ്. പുതിയ ചരിത്രത്തിന്റെ തുടക്കം ഏതാണ്? ഹിജ്റ. അടുത്ത്, സൗർ ഗുഹയിൽ നിന്ന് ഇറക്കം 4-ാം ദിവസം. അടുത്ത്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ ആരാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ. അടുത്ത്, പാലെത്തിച്ചിരുന്നത് ആമിർ. അടുത്ത്, മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബാ. പഠിച്ചില്ലേ? ഇനി നോക്കാം. ഇനി ഇതുവരെ നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ എല്ലാ ചരിത്രങ്ങളുടെയും ഒരു ആകത്തുകയാണ് ഇവിടെ പറയുന്നത്. നോക്കാം, നമുക്ക് ഇവിടുന്ന് വായിച്ചു നോക്കാം. 40-ാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. നോക്കുക, 40-ാം വയസ്സിൽ നുബുവത്ത്, എല്ലാവർക്കും അറിയാം. അടുത്തത്, നുബുവത്തിന്റെ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനം. അപ്പോ 40-ലേക്ക് 3 കൂട്ടിയ 43 അല്ലെ. അപ്പൊ നുബുവത്ത് കിട്ടി 3 കൊല്ലം രഹസ്യ പ്രബോധനം എത്ര കൊല്ലം? 3 കൊല്ലം. അടുത്തത്, 5 വർഷം പിന്നെ എന്താണ്? പീഡിപ്പിക്കപ്പെട്ട അനുയായികളെ, നുബുവത്തിന്റെ 5-ാം വർഷം പീഡിപ്പിക്കപ്പെട്ട അനുയായികൾ എത്യോപ്യയിലേക്ക് പോയി. എത്രാം വർഷം? നുബുവത്തിന്റെ 5-ാം വർഷം എത്യോപ്യ. 5 എത്യോപ്യ. ഓക്കെ. അടുത്തത്, 10-ാം വർഷം പിതൃവിൻ അബൂ താലിബും പത്നി ഖദീജ ബിയും മരണപ്പെട്ടു. ആ കൊല്ലത്തിനൊരു പേരുണ്ടല്ലോ, ആമുൽ ഹുസ്ൻ. നമ്മൾ പഠിച്ചതാണല്ലോ പണ്ട് അല്ലേ? ആമുൽ ഹുസ്ൻ. 10-ാം വർഷം. ആമുൽ ഹുസ്ൻ എത്രയാണ്? 10. ആമുൽ ഹുസ്ന് 10. എത്യോപ്യ 5. ഓക്കെ. നുബുവത്തിന്റെ 5-ാം വർഷം എത്യോപ്യയിലേക്ക് പോയി. 10-ാം വർഷം ആമുൽ ഹുസ്നാണ്. 2 ആൾ മരണപ്പെട്ടു അല്ലെ, അബൂ താലിബും അതുപോലെ ഖദീജ ബീവിയും. അടുത്ത, നുബുവത്തിന്റെ 10-ാം വർഷം ത്വായിഫിലേക്ക് യാത്ര നടത്തി. ആ വർഷം തന്നെ ത്വായിഫിലേക്ക് യാത്ര നടത്തി. ആ യാത്ര പ്രതീക്ഷിച്ച അത്ര ഫലം കണ്ടില്ല. അടുത്ത, നുബുവത്തിന്റെ 11-ാം വർഷം ഇസ്രാ മിറാജ് നടന്നു. നടന്നത് എപ്പോഴാണ്? 11-ാം വർഷം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആമുൽ ഹുസ്ൻ ആലോചിച്ചാൽ മതി. അതായത് നബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷമാണ് അടുത്ത കൊല്ലമാണ് ഇസ്രാ മിറാജ്. അത് ഓർത്തു വെക്കുക, 11. അപ്പൊ അത് ഓർമ്മ ഉണ്ടാവും. ഇസ്രാ മിറാജ് കഴിഞ്ഞ അടുത്ത വർഷമാണ് 1-ാം അഖബ.
അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാം അക്കബ. ഒന്നാം അക്കബയും രണ്ടാം അക്കബയും അടുത്തടുത്താണ്. ഒന്നാം അക്കബ 12, രണ്ടാം അക്കബ 13. ഒന്നാം അക്കബ 12, രണ്ടാം അക്കബ 13. ഒന്നാം അക്കബ 12, രണ്ടാം അക്കബ 13. പഠിച്ചില്ലേ? നുബുവത്തിന്റെ 12-ാം വർഷം ഒന്നാം അക്കബ, നുബുവത്തിന്റെ 13-ാം വർഷം രണ്ടാം അക്കബ. പഠിച്ചില്ലേ? അടുത്ത നുബുവത്തിന്റെ 14-ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. നുബുവത്തിന്റെ 14-ാം വർഷം. അടുത്ത മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഖുബാ നിർമ്മിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഒന്നാം പാഠം മുതൽ റിവൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്നാം പാഠം മുതൽ. അപ്പോൾ ഒന്നാം പാഠത്തിൽ എന്താണ്, ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ എന്താ, ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെയാണ്? രഹസ്യമായി. കണ്ടോ, എങ്ങനെ രഹസ്യമായി എന്ന് എഴുതി നോക്കുക, രഹസ്യമായി. അടുത്ത്, രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? പലരും ഇസ്ലാമിലേക്ക് വന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രഹസ്യ പ്രബോധനം എത്ര കൊല്ലായിരുന്നു? 3 കൊല്ലം കേട്ടോ, 3 കൊല്ലം. അടുത്തത്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാരിൽ നിന്ന്, അത് നബിന്റെ ഒറ്റ ചങ്ങായി. പിന്നെ നബിന്റെ ഭാര്യ ഖദീജ ബീവി, പിന്നെ നബിന്റെ പുതിയാപ്ല അലി ഇബ്നു അബി ത്വാലിബ്, പിന്നെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത് നമ്മൾ ആ കുടുംബം നമ്മൾ ആലോചിച്ചാൽ മതി. നബിന്റെ ഏറ്റവും വലിയ ചങ്ങായി ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതാണ് പുരുഷന്മാർ ആദ്യം ഇസ്ലാം സ്വീകരിച്ച്. നബിന്റെ ആദ്യത്തെ ഭാര്യ ആരാണ്? ഖദീജ ബി, അതാണ് സ്ത്രീകളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച്. നബിന്റെ പുതിയാപ്ല ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹു കെട്ടിയ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അടുത്ത, അടിമത്തത്തിന് മോചനം ലഭിച്ചവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? രഹസ്യ പ്രബോധനം, ആരാധനകളും അന്ന് നിസ്കാരം മറ്റുള്ള ആരാധനകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരുന്നായിരുന്നു ദാറുൽ അർക്കം. ദാറുൽ അർക്കം. അപ്പൊ നമ്മൾ 2 ദാറ് പഠിക്കുന്നുണ്ട്. ഒന്ന് ദാറുൻ നദ്വ, അവിടെ നബിനെ കൊല്ലാൻ വേണ്ടി മീറ്റിംഗ് കൂടുന്ന ആൾക്കാരാണ്. ഇവിടെ ദാറുൽ അർക്കമോ, നബി രഹസ്യമായിട്ട് നല്ല കാര്യങ്ങളും ഖുർആനോദിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ആരാധന ചെയ്യുന്ന സ്ഥലമാണ് ദാറുൽ അർക്കം. പഠിച്ചില്ലേ? അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പരസ്യ പ്രബോധനം. ഒന്നാമത്തെ ചോദ്യം, ഖുറൈശ് ഗോത്രക്കാരെ സ്വഫ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര്? വളരെ സിമ്പിൾ ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്തായിരുന്നു? എന്താ ചോദിച്ചത്? ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? എന്താ ഒരു മറുപടി പറഞ്ഞത്? ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കും, സിന്ദാബാദ് സിന്ദാബാദ്. പോട്ടെ. അവരോട് നബി എന്താ ചോദിച്ച്, അവർ എന്താ മറുപടി പറഞ്ഞു? 2 ഉത്തരം കഴിഞ്ഞു. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? എല്ലാവരും വന്നു. വളരെ സിമ്പിൾ അല്ലേ? എന്താ, എല്ലാവരും വിളി കേട്ടി വന്നു അല്ലേ? അടുത്ത്, ആരാണ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ആര് പറഞ്ഞു? അത് ആരാ പറയാ? ഉറപ്പല്ലേ, നബിയല്ലേ പറയാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതാരാ പറഞ്ഞത്? ഇതാണ് നമ്മളെ മിസ്റ്റർ അബൂലഹബ്. ആരാണ്? അബൂലഹബ്. ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു, തബ്ബൻ ലക ലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അപ്പോൾ തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് അവതരിപ്പിച്ചു. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? അബൂലഹബിന് മറുപടി കൊടുത്തു. നമ്മളെ നബിനെ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു ഇടപെടും. അപ്പൊ അള്ളാഹു പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ സൂറത്ത് ഇറക്കി. അത് പഠിച്ചു. അടുത്തത്, രഹസ്യ പ്രബോധനം എത്ര വർഷമാണ്? 3 വർഷം. 3 വർഷം. എന്നിട്ട് പിന്നെ അള്ളാഹു ഒരു ആയത്ത് ഇറക്കി. എന്താ? വഅൻസിർ അശീറതകൽ അഖറബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു. ഇത് ഒരു വട്ടം പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം. പിന്നെ രഹസ്യ പ്രബോധനം 3 വർഷം. വൻദിർ അശീറത്തക്കൽ അഖറബീൻ. അടുത്ത, പിതൃവ്യൻ അബൂലഹബ്. തബ്ബത്ത് സൂറത്ത് മസദ്, ഖുറൈശ് ഗോത്രം. തബ്ബത്ത് പറഞ്ഞ സൂറത്തുൽ മസദ് ആണ് കേട്ടോ. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് പറഞ്ഞ സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ മസദ്. ഓക്കെ, അപ്പൊ ഈ പാഠവും പഠിച്ചു. 2 പാഠങ്ങളായി. അടുത്ത 3ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? ആദ്യത്തെ പാരായണം. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിന്റെ പേരെന്ത്? എന്താണ് ആ രാജാവിന്റെ പേര്? ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക് പോകാൻ പറഞ്ഞു. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ടവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്യോപ്യ അന്ന് ഭരിച്ചിരുന്ന നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു. ആരാണത്? നജാഷി രാജാവ്. നജാഷി. അടുത്തത്, എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേര്? നമ്മൾ നേരത്തെ ഒരു നമ്പർ പഠിച്ചുട്ടോ അല്ലേ? എന്താണ്? 2ാം അഖബയിൽ വന്ന പുരുഷന്മാരും സ്ത്രീകളും. അത് 75 നമ്മൾ ഓർത്തു വെക്കുക. 75-ന്ന് 2 കുറച്ചാതാണ് 73 പുരുഷന്മാരും 2 സ്ത്രീകളും. ഇവിടെ ഇനി കണക്കാ പറയാൻ പോകുന്നു കേട്ടോ. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളും. എത്യോപ്യ 14. നമ്മൾ നേരത്തെ എത്യോപ്യ പഠിച്ചിരുന്നു അവസാനത്തെ പാഠത്തിൽ. നിങ്ങൾ മറന്നോ? ഇല്ലല്ലോ.
ഇവിടെ ഒരു എത്യോപ്യ നമ്മൾ പഠിച്ചിരുന്നു. അതായത് എത്യോപ്യയിലേക്ക് പോയത് ഏത് വർഷമാണ്? ഇവിടെ എത്യോപ്യയിലേക്ക് പോയി നുബുവത്ത് എത്യോപ്യ 5 നമ്മളിവിടെ പഠിച്ചിരുന്നു അല്ലേ? എത്യോപ്യ 5 നുബുവത്തിന് 5-ാം വർഷം പീഡിപ്പിക്കപ്പെട്ട അനുയായികൾ എത്യോപ്യയിലേക്ക് പോയി. നുബുവത്തിന്റെ 10-ാം വർഷം അബൂ താലിബ് ആമുൽ ഹുസ്ന് അല്ലെ? അപ്പോൾ 5 എത്യോപ്യ. ഇവിടെ 14 എത്യോപ്യ എന്ന് പറഞ്ഞാൽ എന്താ? 10 പുരുഷന്മാരും 4 സ്ത്രീകളും എത്യോപ്യയിലേക്ക് പോയി. അടുത്ത എത്യോപ്യയിലേക്കുള്ള 2-ാം യാത്ര. അപ്പൊ എത്യോപ്യയിലേക്ക് 2 പ്രാവശ്യം പോയി. ഒന്ന് 10 പുരുഷന്മാരും 4 സ്ത്രീകളും. എത്യോപ്യയിലേക്കുള്ള 2-ാം യാത്രയിൽ പോയത് എത്രയാണ്? തുടർന്ന് 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 83 കേട്ടോ. അതാണ് 2-ാം യാത്ര. 1-ാം യാത്ര എത്യോപ്യ 14. ഇനി വർഷം നേരത്തെ നമ്മൾ പാട്ടിൽ പഠിച്ചു എത്യോപ്യ 5. എന്താണ്? 5-ാം വർഷം നുബുവത്തിന്റെ 5. അതവിടെ പറയണേ, നുബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിലായിരുന്നു. റജബ് മാസം അതും കൂടി ഓർക്കുക. റജബ് മാസത്തിലാണ് എത്യോപ്യയിലേക്ക് പോയത്. അടുത്ത ചോദ്യം, കാരണം കണ്ടെത്താം. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. എന്താ കാരണം? ഈ 3 പോയിന്റാണ് അതിന്റെ ഉത്തരം. ആവശ്യത്തിന് ആൾബലമില്ല, വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. ആവശ്യത്തിന് ആൾബലമില്ല, വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. നല്ല പാട്ടായി അല്ലേ? അപ്പൊ ആവശ്യത്തിന് ആൾബലമില്ല, പിന്നെ വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തത്. അടുത്ത്, ആദ്യം പോയവരെല്ലാം 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി. എന്താ കാരണം? ഒരു ഫേക്ക് ന്യൂസ് വന്നു. എന്താ ഫേക്ക് ന്യൂസ്? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത അതിനിടെ പരന്നു. അപ്പോൾ തെറ്റായൊരു വാർത്ത വന്നു. എന്താ? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? മക്കയിലേക്ക് തന്നെ പോയി. പക്ഷെ തിരിച്ച് എന്ത് ചെയ്തു? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? എത്യോപ്യയിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു അല്ലേ? അതാണ് സംഭവം. പിന്നെ ഈ പാഠത്തിൽ പഠിക്കാനുള്ള എന്താണ്? ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യയിലേക്ക്. ആഫ്രിക്കൻ വൻകര, എത്യോപ്യ എവിടെയാണ്? ആഫ്രിക്കൻ വൻകരയിലെ എത്യോപ്യ. അടുത്ത, നജാഷി രാജാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ്. ആരോട് പറഞ്ഞാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിനെ വിശ്വസിച്ചവരോട് പറഞ്ഞതാണ്. അടുത്ത, നജാഷി രാജാവ് അല്ലെ? നജാഷി രാജാവ്. ഈ പാഠത്തിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. ഉത്തരം പറയാം. നജാഷി രാജാവിന്റെ പേരെന്ത്? എന്താണ് നജാഷി രാജാവിന്റെ പേര്? ഇതാ, നജാഷി രാജാവിന്റെ പേര് അസ്ഹിമത്ത് എന്ന രാജാവാണ്. അസ്ഹിമത്ത്. നജാഷി അസ്ഹിമത്ത്, നജാഷി അസ്ഹിമത്ത്, നജാഷി അസ്ഹിമത്ത്. പഠിച്ചില്ലേ? അസ്ഹിമത്ത്. ഓക്കെ. അടുത്ത് എന്താണ്? കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യ. എവിടെയാണ്? കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യ. ഭരിച്ചിരുന്ന ആരാണ്? അസ്ഹിമത്ത്. പിന്നെ നജാഷി എന്ന് പറഞ്ഞാൽ നേഗസ് എന്നാണ് അറിയപ്പെടുന്നത്. എത്യോപ്യയിൽ രാജാക്കന്മാർ നജാഷി നേഗസ് എന്നാണ് അറിയപ്പെടുന്നത്. നേഗസ് നജാഷി നേഗസ്. കണ്ട, രണ്ടും നജാഷി നേഗസ് അസ്ഹിമത്ത്. പഠിച്ചില്ലേ? അടുത്ത, എത്യോപ്യ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്താണ്? നേഗസ്. അടുത്തത് നജാഷി നേഗസ്. അടുത്ത, ഉമ്മു ഹബീബയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് അല്ലെ? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം ചെയ്തു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മഹർ നൽകിയത് ആരായിരുന്നു? രാജാവായിരുന്നു. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന്, നബി ആരെയാണ് വിവാഹം കഴിച്ചത്? ഉമ്മു ഹബീബ. എന്താണ് ഓറ പേര്? റംല. അപ്പൊ ഇത് സ്ഥാനപ്പേരാണ്. നമുക്കിപ്പോ പല പേരുണ്ടാവില്ല, അതേപോലെ റംല റളിയല്ലാഹുവിന്റെ സ്ഥാനപ്പേരാണിത് ഉമ്മു ഹബീബ. ഓരോ ശരിക്കുള്ള പേരെന്താണ്? റംല. പിന്നെ അവരെ വിവാഹം ചെയ്തപ്പോൾ മഹർ നൽകിയത് ആരാണ്? നജാഷിയാണ്. നജാഷി രാജാവാണ്. അടുത്തത്, ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ വിവാഹത്തിന് മഹർ നൽകിയത് ആര്? നജാഷിയുടെ മരണ വാർത്ത അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇനി ഇവിടെ പഠിക്കാനുള്ള, നജാഷി രാജാവ് മരിച്ചത് ഏത് വർഷമാണ്? നജാഷി 9, നുബുവത്തിന്റെ 9 കേട്ടോ. ഹിജറ 9 അല്ല, ഹിജറ 9-ാം വർഷം അദ്ദേഹം വഫാത്തായി. വിവരം അറിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മയ്യത്ത്. അപ്പോൾ വിവരം അറിഞ്ഞ നബി എന്താ ചെയ്ത്? മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അത് പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഓർത്തു വെക്കുക. ഏതാണ്? നജാഷി രാജാവ് മരിച്ച വർഷം 999. ആഫ്രിക്കൻ രാജാക്കന്മാർക്ക് എന്താ പറയുന്ന പേര്? നജാഷി നേഗസ്. നജാഷി രാജാവിന്റെ പേര് അസ്ഹിമത്ത്. കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യ. അടുത്തത്,
മാച്ച് ചെയ്യാനാണ്. രാജാവ് രാജാഷി, എത്യോപ്യ എന്താ ആഫ്രിക്ക. അടുത്ത ഉമ്മു ഹബീബ റംല റളിയല്ലാഹു അൻഹു, വഫാത്ത് ഹിജ്റ 9, മഹർ വിവാഹം. ഓക്കെ, നമ്മൾ 5ാമത്തെ പാഠത്തിലേക്ക് പോവാണ്. ഉപരോധം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിന്റെയും ഉപരോധം ഏർപ്പെടുത്തി, കാരണം എന്ത്? അതായത് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവായ അബൂ താലിബിനെ ചെന്ന് കണ്ടു. തങ്ങൾക്ക് മുഹമ്മദിനെ വിട്ടുതരണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അബൂ താലിബ് അത് നിരാകരിച്ചു. ഇതാണ് കാരണം. എന്താണ് കാരണം? ഖുറൈശികൾ മുഹമ്മദിനെ വിട്ടുതരണമെന്ന് അബൂ താലിബിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. അബൂ താലിബ് നിരാകരിച്ചു. അതാണ് കാരണം. അടുത്ത, നുബുവത്തിന്റെ 10ാം വർഷം ആമുൽ ഹുസൻ എന്ന് പറയപ്പെടുന്നത് എന്തിന്? അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. എന്താണ്? പിതൃവ്യന്റെയും പത്നിയുടെയും, കാണുന്നില്ലേ, പിതൃവ്യന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. ഹുസ്ന് പറഞ്ഞ വേദന എന്നാണ്, ടെൻഷൻ എന്നാണ്. അപ്പൊ ടെൻഷൻ വർഷം എന്നതിന്റെ അർത്ഥം, ടെൻഷൻ വർഷം. അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസൻ ദുഃഖവർഷം. കണ്ടോ, ടെൻഷൻ വർഷം, ദുഃഖവർഷം എന്നറിയപ്പെടുന്നു. അപ്പൊ നബിന്റെ ദുഃഖം ഏത് വർഷമാണ്? 10ാം വർഷം. ഓർത്തു വെക്കണേ, ഏത് വർഷമാണ്? 10ാം വർഷം, നുബുവത്തിന്റെ 10ാം വർഷം. അടുത്ത ഉത്തരം പറയാം. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും മലഞ്ചെരുവിൽ കഴിയേണ്ടി വന്നത്? അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. ഇതാ കണ്ടോ, ഉപരോധം വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും വേണ്ടി ഒരു മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു. മതിയായ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അവർക്കവിടെ 3 വർഷത്തോളം കഴിഞ്ഞുകൂടേണ്ടി വന്നു അല്ലേ. 3 വർഷം. എന്താലേ അവസ്ഥ? എത്ര വർഷം? 3 വർഷം. പാവം അല്ലാ. അടുത്തത്, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ആരാണ്? ഖുറൈശികൾ ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല, എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. കഅബയിൽ തൂക്കുകയും ചെയ്തു. കഅബ എഴുതി തൂക്കി. കഅബയിൽ എന്ത് ചെയ്തു? എഴുതി തൂക്കി. അബൂ താലിബ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇവരിൽ ആരാണ് ആദ്യം മരണപ്പെട്ടത്? ഇവിടെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. 3ാം ദിവസം അബൂ താലിബിന് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3ാം നാള് ഖദീജ ബീവി വഫാത്തായി. അപ്പൊ ലേറ്റായി മരണപ്പെട്ടത് ഖദീജ ബീവി, ഫസ്റ്റായി മരണപ്പെട്ടത് അബൂ താലിബ്. ഓക്കെ, അടുത്തത്. അപ്പൊ ഈ പാഠം കഴിഞ്ഞു അല്ലേ. ഈ പാഠത്തിൽ ഖുറൈശികൾ എന്താ, പിന്നെ മലഞ്ചെരുവിലേക്ക് മാറേണ്ടി വന്നു. എവിടേക്കാണ്? മലഞ്ചെരുവിലേക്ക്. കേട്ടോ, മലഞ്ചെരുവ് എങ്ങനെ എഴുതാൻ നോക്കാം. മലഞ്ചെരുവിലേക്ക്. പിന്നെ 3 വർഷം ഉപരോധം ഉണ്ടായി. അവസാനം ഖുറൈശികൾ തന്നെ മനന്നൊന്ന് ഉപരോധം പിൻവലിച്ചു. പിന്നെ ഖുറൈശികൾ തന്നെ എന്ത് ചെയ്താണ്? ഉപരോധം പിൻവലിച്ചതാണ്. അപ്പൊ പിന്നെ ആമുൽ ഹുസ്ൻ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അരുത് അങ്ങനെ ചെയ്യരുത്. 1ാമത്തെ ചോദ്യം, പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ത്വായിഫിലേക്കുള്ളത്? ഇനി ത്വായിഫിന്റെ ചരിത്രം പറയുന്നത്. ത്വായിഫിൽ ആരാ താമസിക്കുന്നത്? അവിടെ ഒരു കോളനി ഉണ്ട്. അത് ആരാ? കുടുംബക്കാര് ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിച്ചും അവരുടെ സഹായം ആഗ്രഹിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ചോദ്യതാണ്, ത്വായിഫിലേക്ക് നബി പുറപ്പെട്ടത് എന്തിന്? ബനൂ സഖീഫ് ഗോത്രക്കാരായ, ബനൂ സഖീഫ് ഗോത്രം, ഇങ്ങനെ ചൊല്ലിപ്പടിക്കന്നെ, അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടും അവരെ സഹായം ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പുറപ്പെട്ടു? ത്വായിഫിലേക്ക് പുറപ്പെട്ടു. ഇനി ത്വായിഫ് എവിടെയാണ്? മക്കയിൽ നിന്ന് 91 കിലോമീറ്റർ അകലെയുള്ള ഒരു നഗരമാണ് ത്വായിഫ്. 91 ത്വായിഫ് 91 അല്ലേ. അടുത്ത് കൂടെ ആരുണ്ടായിരുന്നു? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പഠിച്ചു വെക്കണം, സെയ്ദ് ബിൻ ഹാരിസ. ഓക്കെ, ആദ്യമായി അടിമകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ത്വായിഫിലേക്ക് പോകുമ്പോൾ നബിന്റെ കൂടെ ആരുണ്ടായിരുന്നു? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ഓക്കെ, ത്വായിഫിൽ താമസിക്കുന്ന കുടുംബത്തിന്റെ പേര് ബനൂ സഖീഫ് ഗോത്രം. പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 91 കിലോമീറ്റർ. അടുത്ത, ത്വായിഫിലേക്ക് പോകുമ്പോൾ പ്രവാചകത്വം ലഭിച്ചിട്ട് എത്ര വർഷമായിരുന്നു? എത്ര വർഷമാണ്? ആമുൽ ഹുസനെ. ആമുൽ ഹുസൻ എത്ര നമുക്ക് ഓർമ്മയാണ്? 10. ആമുൽ ഹുസന് 10. അതന്നെയാണ് ഇവിടെ 10 വർഷം. അടുത്തത്, ത്വായിഫ് യാത്രയിൽ നബി സല്ലല്ലാഹു ഉണ്ടായിരുന്ന ആള് ആരാണ്? നമ്മൾ പഠിച്ചു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ത്വായിഫുകാരുടെ കാര്യത്തിൽ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം? എന്തായിരുന്നു? ഇസ്ലാം സ്വീകരിക്കുമെന്ന്. ബനൂ സഖീഫ് ഗോത്രക്കാരായ അമ്മാവന്മാർ ഇസ്ലാം സ്വീകരിക്കുമെന്നും അവരുടെ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ത്വായിഫിൽ നിന്ന് അന്ന് ഇസ്ലാം സ്വീകരിച്ച ആരായിരുന്നു? ഒരാൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചു. ആരാണത്? അദ്ദാസ്. ഒരു ക്രിസ്ത്യൻ അടിമ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്.
ആരാണ്? അദ്ദാസ് എന്ന ക്രിസ്ത്യൻ അടിമ മാത്രമാണ്. അടുത്ത് ഇവിടെ പൂരിപ്പിക്കാനാണ് അദ്ദാസ് ക്രിസ്ത്യൻ. അടുത്ത് സെയ്ദ് ബിൻ ഹാരിസ സഹചാരി. ബനു സഖീഫ് ത്വായിഫ് യാത്ര 10ാം വർഷം. ഇനി ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതായത് നബിനെ അവർ കല്ലെടുത്ത് എറിഞ്ഞു അല്ലേ? ആര്? ഈ ത്വായിഫുകാർ കല്ലെടുത്ത് എറിഞ്ഞു. അങ്ങനെ നബിന്റെ കാലിന് രക്തം പൊട്ടി ഒഴുകി അല്ലേ? അങ്ങനെ അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു. അങ്ങ് അനുവാദം തരികയാണെങ്കിൽ ആ 2 മലകളാൽ അവരെ മുഴുവനും നശിപ്പിക്കാം. ആരാ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനെ തടഞ്ഞു കൊണ്ട് പറഞ്ഞു, അരുത് അങ്ങനെ ചെയ്യരുത്. അതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. അരുത് അങ്ങനെ ചെയ്യരുത്. ആരോട് പറഞ്ഞു? നബി പറഞ്ഞു. ആരോട് പറഞ്ഞു? ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. അവരിൽ നിന്ന് എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പൊ എന്തായിരുന്നു നബിന്റെ ആഗ്രഹം? അവരിൽ എന്നെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവണം. പിൽക്കാലത്ത് ത്വായിഫുകാർ ഇസ്ലാമിലേക്ക് വന്നു. കണ്ടോ? അപ്പൊ ത്വായിഫുകാർ നബിയെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തു? അവർ ഇസ്ലാമിലേക്ക് വന്നു. നബിയുടെ ആക്രമണത്തിൽ എന്താ സംഭവിച്ചേ? കാലിന് പരിക്ക് പറ്റുകയും രക്തം ഒഴുകുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ ആര് വരുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്. പിന്നെ ത്വായിഫുകാരെന്താ ചെയ്തത്? നബിനെ അനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കുട്ടികളെയും വിഡ്ഢികളെയും വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അതാണ് അതിന്റെ ഉത്തരം. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. 7ാമത്തെ പാഠം, ദൗത്യം പുറം നാട്ടിലേക്ക്. ഈ പാഠത്തിൽ 1ാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ കണ്ടുമുട്ടിയത്? ഉത്തരം ഇതാണ്, മിന. ഇത് നമ്മൾ 1ാം അഖബ കേട്ടോ. 2ാം അഖബ നമ്മൾ നേരത്തെ പഠിച്ചു. 2ാം അഖബയിലെ കണക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ? ഞാൻ പിന്നെയും പറയും, നിങ്ങൾ മറന്നു പോകാതിരിക്കാന്. 73 2 = 75 ഓർമ്മ ഉണ്ടല്ലോ? എവിടെ വെച്ചാണ്? മിനയിൽ വെച്ചാണ്. മിന എന്ന് എങ്ങനെ എഴുതാൻ നോക്കിക്കോ. മിന കണ്ട, മിന എന്ന് ഇങ്ങനെ എഴുതുക, അവസാനം യാവുമാണ് കേട്ടോ. അടുത്തത്, അവർ എത്ര പേരുണ്ടായിരുന്നു? നോട്ട് ചെയ്യാം. നേരത്തെ നമ്മളൊരു 14ന്റെ കണക്ക് പറഞ്ഞു. എന്താ 14ന്റെ കണക്ക്? എത്യോപ്യയിലേക്ക് ആദ്യം പോയ ആളുകൾ 10 പുരുഷന്മാരും 4 സ്ത്രീകളും, ടോട്ടൽ 14. ഇനി ഇവിടെ ഒരു കണക്ക് പറയാൻ പോകുന്നുണ്ട്, നോക്കിക്കോ. എവിടെ? മദീനയിൽ നിന്ന് വന്നവരാണ്. അവർ 6 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 6 പേര്. അവർ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. ഇനി മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? ഇഷ്ടവും ബോധ്യവുമായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. 2ാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? ഇതാണ് ശരിക്കും 1ാം അഖബ. അതായത് ആദ്യം കുറച്ച് ആളുകൾ വന്നു, അതിൽ 6 ആളുണ്ടായിരുന്നു. അതല്ല 1ാം അഖബ. 1ാം അഖബ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വീണ്ടും വന്നു. അതിൽ എത്ര ആളുണ്ടായിരുന്നു നമ്മൾ പഠിക്കേണ്ടത്? നോക്കിക്കോ. അത് എത്ര ആളുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു. 12 പേര്. പിന്നെ നോക്കാം. 2ാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. കണ്ടോ? അത്രയാണ് 12 പേര്. 12 പേര്. ഇവിടെ 12 പേരുണ്ടായിരുന്നു. 12 പേര്. ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്? പിന്നെ 2ാം പ്രാവശ്യം അടുത്ത് 1ാം അഖബ നടന്ന നുബുവത്തിന്റെ എത്രാം വർഷമാണ്? 12ാം വർഷം. അത് നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ 1ാം അഖബ 12 വർഷമാണ്, 12 ആളുമാണ്. എളുപ്പമുണ്ട് പഠിക്കാൻ അല്ലേ? നുബുവത്തിന്റെ 12ാം വർഷമാണ്, 12 ആളുണ്ട്. ഏത്? 1ാം അഖബ പഠിച്ചില്ലേ? 2ാം അഖബ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അടുത്തത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി ഡാഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് അയച്ചു. ഒരു സ്വഹാബി നബി അയക്കുന്നുണ്ട്. ആരാണ് സ്വഹാബിന്റെ പേര്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. നല്ല പേര് അല്ലേ? മിസ്അബ് ബിൻ ഉമൈർ. ഒന്ന് ചൊല്ലിയിട്ട് എല്ലാവരും. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അപ്പോൾ ഈ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മാച്ച് ചെയ്യാൻ വന്നാൽ ഏതാ അഖബ? 1ാം അഖബ 2ാം അഖബ? 1ാം അഖബ. ഇനി നമ്മൾക്ക് ഇവിടെ തിരിച്ചൊരു ചോദ്യം വരും. എങ്ങനെ അറിയോ? 12 പേർ ഉടമ്പടി ചെയ്ത ഉടമ്പടി 1ാം അഖബ 2ാം അഖബ? ഏതാ ശരി? 1ാം അഖബ. അങ്ങനെയും ചോദ്യം വരും കേട്ടോ. നമ്മൾ സാധാരണ ആളുകളുടെ എണ്ണം പഠിച്ചിട്ടാണ്, അതായത് ഓരോ അഖബയിൽ എത്ര ആളുണ്ടെന്ന് പഠിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചു വന്നാലോ, 12 ആളുകളുള്ള അഖബ ഏതാണ്? 1ാം അഖബയാണോ 2ാം അഖബയാണോ? 1ാം അഖബ. 75 ആളുള്ള അഖബ ഏതാണ്? 2ാം അഖബ. അടുത്തത്, പിന്നെ അപ്പൊ നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാഠത്തില് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമുൽ ഹുസ്ന് കഴിഞ്ഞ് വന്നിട്ട് നബി തങ്ങൾക്ക് ഒരു പതിവുണ്ട്. ആ പതിവ് എന്താണ്? എന്താ?
കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. അപ്പൊ അവരോട് എന്താ നബി പറഞ്ഞു? അവരോട് തന്നെ കുറിച്ചും തന്റെ ദൗത്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അപ്പൊ അതും കൂടി ഓർത്തു വെക്കുക. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. ആകാശാരോഹണം. ചോദ്യം നോക്കുക. ഇസ്രാ എന്നാൽ എന്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ്രാ എന്നാൽ എന്ത്? എന്താണ് ഇസ്രാ? മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത്. ഈ യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത്. പഠിച്ചില്ലേ? മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിൽ എത്തി. ഇതിന് ഇസ്രാ എന്ന് പറയുന്നു. ഇനി മിഅ്റാജ് പറഞ്ഞാലോ? ഇവിടെ പറഞ്ഞാൽ എന്താണ്? മസ്ജിദുൽ അക്സയിൽ നിന്ന്. അപ്പൊ എങ്ങനെ ഇതുണ്ട്? മസ്ജിദുൽ അക്സയിൽ നിന്ന് ആകാശലോകത്തേക്ക് കയറിയതിന് മിഅ്റാജ് എന്ന് പറയുന്നു. മിസ്റാവും മിഅ്റാജും നമ്മൾ പഠിച്ചു. പിന്നെ മസ്ജിദുൽ അക്സ എന്ന് എഴുതുമ്പോൾ അക്ഷരങ്ങൾ നോക്കുക. അക്സ അവസാനം യാ ആണ്. അടുത്ത മിഅ്റാജ് എന്നാൽ എന്ത്? രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത കുബ്ബയുടെ ഉള്ളിൽ ഉള്ളത് എന്താണ്? പാറക്കല്ലാണ്. പക്ഷെ പാറയാണെന്ന് മാത്രം എഴുതിയാൽ പോരാ. ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ അകത്തുള്ള ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്തത്. കണ്ടോ? അപ്പൊ മസ്ജിദുൽ അക്സയിലെ ഈ പാറ, ഇതിന്റെ കുബ്ബന്റെ താഴെ എന്താണ്? പാറയാണ്. ഈ പാറയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് ആരോഹണം ചെയ്ത് കാരണം മേലോട്ട് പോയത്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മസ്ജിദുൽ അക്സയിലേക്ക് എത്തിയത് എവിടെ നിന്ന്? വെരി സിമ്പിൾ ആണ്. മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം പറഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്? മസ്ജിദുൽ ഹറാം പറഞ്ഞാൽ നമ്മളെ ഫിഖ്ഹിലുണ്ട് അതിന്റെ ചിത്രം. ഫിഖ്ഹില് അങ്ങക്കല്ല, 3ാം ക്ലാസ്സുകാരെ ഫിഖ്ഹിലുണ്ട് അതിന്റെ ചിത്രം. മസ്ജിദുൽ ഹറാം പറഞ്ഞാൽ നമ്മള് TV കണ്ടില്ലേ? കഅബ. ആ കഅബന്റെ ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ വട്ടം ചുറ്റുന്ന കണ്ടില്ലേ? ആ സ്ഥലത്തിനാണ് എന്ത് പറയാ? മസ്ജിദുൽ ഹറാം. അതാണ് ആ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് നബി എന്ത് ചെയ്തത്? മസ്ജിദുൽ അക്സയിലേക്ക് പോയത്. അടുത്ത, മസ്ജിദുൽ അക്സയിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്? ആരാണ്? മുൻകാല പ്രവാചകന്മാർ. എഴുതിക്കുന്നു. എങ്ങനെ എഴുതാ? മുൻകാല പ്രവാചകന്മാർ. അടുത്ത്, മസ്ജിദുൽ അക്സയിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്താണ്? എന്താ? മുൻകാല പ്രവാചകന്മാർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിച്ചു. ഇമാമായി 2 റക്അത്ത് നിസ്കരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കും പോയി. 2 കാര്യമുള്ളത്. ഒന്ന്, മുൻകാല പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചു. തുടർന്ന് ആകാശലോകങ്ങളിലേക്കും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്കും പോയി. അടുത്ത്, ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനം. വെരി സിമ്പിൾ. എന്താണ്? പ്രകാശത്തെക്കാളും വേഗതയുള്ള ബുറാഖ്. അത്ഭുത വാഹനം. അടുത്തത് നമ്മൾ ഈ പാഠത്തിൽ നോക്കേണ്ടത് എന്താണ്? നുബുവത്തിന്റെ എത്രാം വർഷമാണിത്? നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27-ാം രാവിലായിരുന്നു ഈ സംഭവം. ഇപ്പൊ നമ്മൾ മിഅ്റാജിന്റെ നോമ്പ് കഴിഞ്ഞില്ലേ? അപ്പോൾ തന്നെ നുബുവത്തിന്റെ 11, ഇസ്രാ മിഅ്റാജ് നുബുവത്തിന്റെ 11. ഈ കണക്കൊന്നും നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ, കുറെ കണക്കുണ്ട്. പിന്നെ അതേ രാത്രി തന്നെ നബി തങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചെത്തുകയും ചെയ്തു. പിന്നെ നിസ്കാരം നിർബന്ധമാക്കിയത് ഈ യാത്രയിലാണ്. ഏത് യാത്രയിൽ? ഇസ്രാ മിഅ്റാജ് യാത്രയിൽ, നുബുവത്തിന്റെ 11ാം വർഷം. അള്ളാഹുമായി മുനാജാത്ത് നടത്തി ഈ രാത്രിയാണ് അള്ളാഹു നമുക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. അപ്പൊ ഏത് രാത്രിയാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത്? മിഅ്റാജ് രാത്രി, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജ് രാത്രി. ഓക്കെ. അടുത്തത് എന്താ? ഒരു പാറയാണ്. ഈ കുബ്ബന്റെ ഉള്ളിൽ എന്താണ്? പാറയാണ്. അപ്പൊ അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. വിശ്വാസികൾ മദീനയിലേക്ക്. അപ്പൊ നമ്മളെ പാഠം കഴിഞ്ഞു അല്ലേ? വിശ്വാസികൾ മദീനയിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, കാരണം കുറേ സമയമായ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.